മുത്തശ്ശിയോട് സംസാരിച്ചതിനു ശേഷം സിദ്ധാർത്ഥ് ഹാളിലെ വിലയേറിയ സമ്മാനങ്ങൾ നോക്കാൻ വേണ്ടി തിരിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അപ്പോഴും വിശ്വസിക്കാനായില്ല. പക്ഷെ ആദിത്യന് മാത്രമേ സത്യം അറിയൂ. സിദ്ധാർത്ഥ് ആദിത്യന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പരിഹാസത്തോടെ പറഞ്ഞു, മിസ്റ്റർ ആദിത്യൻ, നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. ഞാൻ ഇവിടുത്തെ ഒരു മരുമകനാണ്. നീയും അതുപോലൊരു മരുമകനാണ്. എന്നാൽ എന്നെ അപേക്ഷിച്ച് നീ എന്താണ്? ഒന്നുമല്ല. ആവണിക്ക് മാത്രമല്ല, മുഴുവൻ അമ്പാട്ട് കുടുംബത്തിനും നീയൊരു ഭാരമാണ്. സിദ്ധാർത്ഥിന്റെ പരിഹാസം കേട്ടപ്പോൾ മൂർത്തിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സിദ്ധാർത്ഥിന് മറുപടി നൽകാൻ വേണ്ടി അയാൾ മുന്നോട്ട് നടന്നു. പക്ഷെ ആദിത്യൻ ഒറ്റ നോട്ടത്തിൽ അയാളെ തടഞ്ഞു. ചുറ്റും നിന്ന എല്ലാവരും സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ട് ഉറക്കെ ചിരിച്ചു. ആവണിയുടെ കണ്ണുകൾ നനഞ്ഞു. അവളെ അങ്ങനെ കണ്ടപ്പോൾ ആദിത്യൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. സിദ്ധാർത്ഥ് അവൻ പോകുന്നതും നോക്കി നിന്നു. നാടകങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഗായത്രി ദേവി സന്തോഷത്തോടെ എല്ലാവരെയും അഭിസംബോധന ചെയ്തു. ശരി, ഇനി സംസാരിച്ചത് മതി. ഇതെല്ലാം പറഞ്ഞ് നമ്മൾ എന്തിനാണ് പാർട്ടിയുടെ രസം നശിപ്പിക്കുന്നത്? ഇന്നെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം എന്റെ പ്രിയപ്പെട്ട ചെറുമകൾ വേദികയും രാഘവ കൈമളിന്റെ മകൻ സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ അമ്പാട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചടങ്ങുകൾ തുടങ്ങിയാലോ? അവരുടെ വാക്കുകൾ കേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു. അന്തരീക്ഷം സാധാരണ നിലയിലായി. സിദ്ധാർത്ഥ് വീണ്ടും ആളുകളുമായി ഇടപഴകാൻ തുടങ്ങി. അവൻ തന്റെ അഭിമാനം വീണ്ടെടുത്തു. എങ്കിലും മൂർത്തിയുടെ കണ്ണുകളിൽ ഇപ്പോഴും സിദ്ധാർത്ഥിനോടുള്ള ദേഷ്യമുണ്ടായിരുന്നു. അയാൾ ആദിത്യനെ തിരയാൻ തുടങ്ങി. അപ്പോഴേക്കും അയാളുടെ ഫോൺ റിങ് ചെയ്തു. മൂർത്തി പുഞ്ചിരിച്ചുകൊണ്ട് കോൾ എടുത്തു. പറയൂ തമ്പുരാനെ. ആദിത്യന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. മൂർത്തിയങ്ങളെ, ഞാൻ ആവണിക്ക് വേണ്ടി വാങ്ങിയ മാല കൊണ്ടുവന്നിട്ടില്ലേ? ഉവ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൂർത്തി ഉടനെ തന്നെ മറുപടി നൽകി. ആദിത്യൻ പിൻ ഗേറ്റിനടുത്ത് നിന്നുകൊണ്ട് ഫോണിൽ തുടർന്നു. ശരി, ഞാൻ പിൻ ഗേറ്റിനടുത്താണ് നിൽക്കുന്നത്. വേഗം ഇങ്ങോട്ട് വരൂ. ആരും കാണാതിരിക്കാൻ ശ്രദ്ധിക്കണേ. മറുവശത്ത് നിന്ന് മൂർത്തിയുടെ ശബ്ദം വന്നു. അയാൾ ചിരിയോടെ പറഞ്ഞു, ഓക്കെ, ഞാൻ ഇതാ വരുന്നു. കോൾ കഴിഞ്ഞപ്പോൾ മൂർത്തിയുടെ മുഖം പ്രകാശിച്ചു. മാല അപ്പോഴും അയാളുടെ ചെറിയ ബാഗിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് അയാൾ കയ്യിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ തന്നെ നോക്കുന്ന കൗതുകകരമായ കണ്ണുകൾ ഒഴിവാക്കി അമ്പാട്ട് വീട്ടിലെ ആൾക്കൂട്ടത്തിൽ നിന്ന് അയാൾ നടന്നു നീങ്ങി. എന്നിട്ട് നേരെ പിൻവാതിലിലേക്ക് നടന്നു. മിനിറ്റുകൾക്കുള്ളിൽ മൂർത്തി ആദിത്യനെ കണ്ടുമുട്ടി. മാല അവന് കൈമാറി. ആ വില കൂടിയ മാല കണ്ടതും ആദിത്യന്റെ മനസ്സിൽ ആവണിയുടെ മുഖം മിന്നിമറഞ്ഞു. മൂർത്തി ആദിത്യനെ ഒരു ചിരിയോടെ നോക്കി. മുഖത്ത് നല്ല തെളിച്ചമുണ്ടല്ലോ, പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്താട്ടെ. മൂർത്തി പറഞ്ഞത് കേട്ട് ആദിത്യൻ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മാല കാണുമ്പോൾ ആവണി എന്തായാലും സന്തോഷിക്കും, അല്ലേങ്കിലേ? മൂർത്തി പിന്നെ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് മടിച്ചു നിന്നു. കൊച്ചുതമ്പുരാനെ, ഞാനീ പറയുന്നത് അഹങ്കാരമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആദിത്യൻ അയാളുടെ നേരെ തിരിഞ്ഞു. അയ്യോ, എന്തൊക്കെ അങ്കിളെ പറയുന്നേ? അങ്കിളിന് എന്നോട് എന്തും പറയാലോ. പിന്നെ ഈ മുഖവരുടെ ആവശ്യമുണ്ടോ? അല്ല, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ആ ആവണിയുടെ കൂടെയുള്ള ജീവിതം തമ്പുരാൻ നന്നായി ആസ്വദിക്കുന്നുണ്ടല്ലേ? ആ കുട്ടിയെ ശരിക്കും ഇഷ്ടമാണല്ലേ? ഇതൊക്കെ കാണുമ്പോൾ എന്റെ വയറ്റിൽ തീയാണ്. തമ്പുരാൻ ഒരു കാര്യം മറക്കരുത്. 1 വർഷത്തിന് ശേഷം ആ കുട്ടിയെ ഉപേക്ഷിച്ച് ദീപികയെ വിവാഹം കഴിക്കണം. അത് മുത്തച്ഛൻ കൊടുത്ത വാക്കാണ്. ആവണിയോടുള്ള ഈ സ്നേഹക്കൂടുതൽ കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. ഹൃദയത്തിന്റെ കാര്യങ്ങൾ ആർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. മനസ്സ് കൈവിട്ടു പോയാൽ പിന്നെ ആ സമയം പറഞ്ഞിട്ട് കാര്യമില്ല. ആദിത്യൻ നിശബ്ദനായി. അവൻ തന്റെ കൈകളിലെ മാലയിലേക്ക് നോക്കി. അവന്റെ ശബ്ദം താഴ്ന്നിരുന്നു. വിഷമിക്കണ്ടെങ്കിലേ, ഞാൻ എന്റെ വാക്ക് മാറില്ല. 1 വർഷത്തിന് ശേഷം എന്ത് സംഭവിച്ചാലും ഞാൻ ആവണിയെ ഉപേക്ഷിക്കും. അവരുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയപ്പോൾ ആദിത്യന്റെ ആ നോട്ടത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന മൂർത്തിക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ അയാൾക്കപ്പോൾ ഒന്നും ചെയ്യാനാവില്ലായിരുന്നു. ആദിത്യൻ പിന്നെ വേഗം പറഞ്ഞു, എന്നാ ആരെങ്കിലും സംശയിക്കുന്നതിന് മുമ്പ് അങ്കിൾ വെക്കോ, ഞാൻ വേഗം വരാം. മൂർത്തി തലയാട്ടി അകത്തേക്ക് തിരിച്ചു. അയാൾ അകത്ത് കയറി ഉടനെ ഗായത്രി ദേവിയെ കണ്ടു. അവർ അയാളുടെ അടുത്തേക്ക് വന്നു. ഉടനെ അയാൾ മാന്യമായ പുഞ്ചിരിയോടെ പറഞ്ഞു, ഗായത്രി മാം, ഇപ്പോൾ എന്നെ പോകാൻ അനുവദിക്കണം. എനിക്ക് വേറെ ജോലിയുണ്ട്. താങ്കൾ കുറച്ചു സമയം കൂടി ഇവിടെ നിന്നിരുന്നെങ്കിൽ കുട്ടികൾക്കത് സന്തോഷമാവുമായിരുന്നു. നിങ്ങളെ വേണ്ട വിധത്തിലൊന്ന് സ്വീകരിക്കാൻ പോലും നിങ്ങൾ ഞങ്ങൾക്ക് അവസരം തന്നില്ല. ഉടനെ മൂർത്തി പറഞ്ഞു, അതിന് മറ്റൊരു സമയത്തേക്കാവാമല്ലോ. ഇപ്പോൾ എനിക്ക് പോയിട്ട് കുറേ ജോലിയുണ്ട്. ഞാനിനി വൈകിയാൽ കുഴപ്പമാവും. കാര്യങ്ങൾ നടക്കട്ടെ. അതും പറഞ്ഞ് അയാൾ ഗേറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. അയാളെ കണ്ടതും അവിടെ നിന്ന ബോഡി ഗാർഡ്സ് ഉടനെ അയാളെ വളഞ്ഞു. അവർ മൂർത്തിയും കൊണ്ട് പുറത്തേക്ക് പോയി. ദൂരെ നിന്ന സിദ്ധാർത്ഥും രാഘവനും ചെറിയ പുഞ്ചിരിയോടെ അയാൾ പോകുന്നത് നോക്കി നിന്നു. അതേസമയം ആവണി ആ തിരക്കിൽ നിന്ന് മാറി ഒരു മൂലയിൽ തന്റെ മാതാപിതാക്കളോടൊപ്പം നിന്നു. മൂർത്തി ഗേറ്റിലെത്തിയ ഉടനെ ആദിത്യൻ അവളുടെ അടുത്തേക്ക് വന്നു. ആവണി, അവൾ എന്താണെന്ന ഭാവത്തിൽ അവനെ നോക്കി. അപ്പോൾ അവൻ തന്റെ കയ്യിലുള്ള വില കൂടിയ ആ നെക്ലേസ് അവൾക്ക് നേരെ നീട്ടി. ഇത് നിനക്കുള്ളതാ. അവന്റെ സ്വരത്തിൽ അവളോടുള്ള സ്നേഹവും കരുതലും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഗിഫ്റ്റ് കണ്ടതും ആവണിയുടെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു.
ആദിത്യ, ഇതെങ്ങനെ നിനക്ക് കിട്ടി? ജ്വല്ലറിയിൽ വെച്ച് തന്നെ നിനക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. നീ ഒരുപാട് സമയം നോക്കി നിന്നതല്ലേ, അപ്പൊ പിന്നെ ഞാനിത് നിനക്ക് വേണ്ടി വാങ്ങി. ഇഷ്ടായില്ലേ? ആദിത്യൻ പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ നിന്റെ കയ്യിൽ ഇതിനുള്ള ക്യാഷ് എങ്ങനെയുണ്ടായി? അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വേദികയുടെ സഹോദരൻ നീലും അവിടെ പ്രത്യക്ഷപ്പെട്ടു. വേദികയെപ്പോലെ നീലിനും ആവണിയോടും കുടുംബത്തോടും വളരെ വെറുപ്പായിരുന്നു. സമീപത്ത് ഒളിച്ചിരുന്ന അവൻ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. ഒടുവിൽ അവന്റെ കണ്ണുകൾ ആ മാലയിലുടക്കി. പെട്ടെന്ന് നീൽ മുമ്പോട്ട് വന്നു. ആദിത്യന്റെ കയ്യിൽ നിന്ന് ആ മാല തട്ടിയെടുത്തു. ഇത്രയും വില കൂടിയ മാല നിനക്ക് എങ്ങനെ കിട്ടി? അത് തിരികെ താ. ആദിത്യൻ ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. എന്നാൽ നീൽ അത് കൊടുക്കാതെ അത് സൂക്ഷിച്ചു നോക്കി നിന്നു. ആദിത്യൻ പിന്നെയും പറഞ്ഞു, അത് തിരികെ തരാനാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ തരാം, നീ ഒന്ന് ക്ഷമിക്കേ. ആദ്യം ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറ. നീൽ അവനെ സംശയത്തോടെ നോക്കി. എനിക്കത് എവിടെ നിന്നോ കിട്ടിക്കോട്ടെ, അതിന് നിനക്കെന്താണ്? അത് തിരികെ താ. പക്ഷേ നീൽ ആ മാല പിന്നിലേക്ക് പിടിച്ചു. അവന്റെ ഭാവം മാറി. നീ ഇത് മോഷ്ടിച്ചതാ അല്ലേ? ആദിത്യ, എന്താണ് സംഭവിച്ചത്? നീ എന്താണ് മറുപടി പറയാത്തത്? ഈ മാല എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? സത്യം പറ, നീ ശരിക്കും മോഷ്ടിച്ചോ? ഇത്ര മോശമായ ഒരു കാര്യം നീ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അത് പറയുമ്പോൾ ആവണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ല ആവണി, ഞാൻ ഈ മാല മോഷ്ടിച്ചതല്ല, ആദിത്യൻ പറഞ്ഞു തുടങ്ങി. എന്നാൽ നീൽ ശബ്ദമുയർത്തിക്കൊണ്ട് അതിലിടപെട്ടു. ഓ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. വേദികയ്ക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളിൽ നിന്ന് നീ മോഷ്ടിച്ചതാവൂല്ലേ? ഛേ, നാണക്കേട് തന്നെ. നിന്നെ പോറ്റുന്ന കൈക്ക് തന്നെ കടിക്കുന്നോ? ഞാൻ ഇപ്പോൾ തന്നെ ഈ കാര്യം എല്ലാവരോടും പറയും. കള്ളൻ. ആദിത്യൻ മറ്റെന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നീൽ വേഗം അവിടെ നിന്ന് പോയി. അവൻ ആ നിമിഷം മുതലെടുത്ത് മൂർത്തിയെ യാത്രയാക്കാൻ ഗേറ്റിൽ കൂടിയിരുന്ന കുടുംബത്തിലെ മറ്റുള്ളവരുടെ നേരെ ചെന്നു. നീൽ അലറി, മുത്തശ്ശി, നിങ്ങളെല്ലാവരുടെ ഗേറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്ക്. ഈ ആദിത്യൻ വേദികയ്ക്ക് കൊണ്ടുവന്ന സമ്മാനങ്ങളിൽ ഒന്ന് കൈയിട്ടിട്ടുണ്ട്. ഇത് നോക്കൂ, എന്തൊരു വിലയേറിയ മാലയാണ് ഇവൻ മോഷ്ടിച്ചത്. മൂർത്തിയും കൂട്ടരും അവിടെ വന്ന ഷോക്ക് കഴിഞ്ഞു നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഒന്നുകൂടെ അമ്പരന്നു. ഇത്തവണത്തെ ഷോക്ക് മുമ്പത്തേക്കാൾ വലുതായിരുന്നു. ആ മാലയിലേക്ക് നോക്കിയപ്പോൾ ഗായത്രി ദേവിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. നീലിന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും വീടിനുള്ളിൽ ഒത്തുകൂടി. ആദിത്യൻ മാല മോഷ്ടിച്ചതാണ് എന്നാണ് അവന്റെ ആരോപണം. എല്ലാവരുടെയും മൂർച്ചയുള്ള നോട്ടങ്ങൾ കണ്ട് ആവണിയുടെ ഹൃദയം തകർന്നു. നാണക്കേട് കാരണം അവൾക്ക് ആരെയും നോക്കാൻ പോലും കഴിഞ്ഞില്ല. ദേഷ്യത്തോടെ നീൽ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട മൂത്ത മരുമകനില്ലേ, അവൻ എത്ര വലിയ കൊള്ളയാണിപ്പോൾ നടത്തിയത് എന്നറിയോ? ആരും ശ്രദ്ധിച്ചില്ല. അവൻ വൃത്തിയായി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ മാന്യനെ ഞാൻ കണ്ടതുകൊണ്ട് ഇപ്പൊ പിടിക്കാൻ പറ്റി. അതുകൊണ്ട് ഇതൊക്കെ ഇവിടം കൊണ്ട് അവസാനിച്ചു. അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നതിൽ നിന്ന് മറ്റെന്താണ് ഇവൻ ഇനി മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് ആർക്കറിയാം. ഇത് കേട്ട് വേദിക നീലിന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങി ശ്രദ്ധാപൂർവം പരിശോധിക്കാൻ തുടങ്ങി. മുത്തശ്ശി, ഇത് ഞാനന്ന് ജ്വല്ലറി പോയപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാലയായിരുന്നു. ഇതിന് ഏകദേശം 2 കോടിയോളം രൂപ വില വരും. ഇവന്റെ ഒരു അഹങ്കാരം നോക്ക്. ഇവൻ 1 ലക്ഷമോ 2 ലക്ഷമോ അല്ല നോട്ടമിട്ടത്, നേരെ പോയി 2 കോടി തന്നെ എടുത്തു പോന്നിരിക്കുന്നു. നമ്മളെല്ലാം പുറത്തു പോയപ്പോഴും നീലിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ കണ്ടത്. വേദികയുടെ വാക്കുകളിൽ ആ മാലയോടുള്ള അത്യാഗ്രഹവും ഒപ്പം ആദിത്യനെ പഴിക്കാനുള്ള ആവേശവും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു. ഗായത്രി ദേവി ഉടൻ തന്നെ തന്റെ കണ്ണട ഊരിമാറ്റി ആദിത്യനെ നോക്കി. വേദിക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗായത്രി ദേവി അവളുടെ അടുത്തേക്ക് ചെന്നു. ഉടനെ വേദികയുടെ ഭാവം മാറി. എനിക്ക് ഈ മാല ശരിക്കും ഇഷ്ടപ്പെട്ടുവെന്ന് പള്ളിക്കലുള്ളവർക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് അവർ ഇത് പ്രത്യേകമായി പാക്ക് ചെയ്ത് എനിക്ക് വേണ്ടി ഇങ്ങോട്ട് അയച്ചത്. പക്ഷേ ഈ ആദിത്യന്റെ കണ്ണുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലുമുണ്ട്. മുത്തശ്ശി, വേഗം തന്നെ പോലീസിനെ വിളിക്ക്. ഇവനെ ഇന്ന് തന്നെ പോലീസിൽ ഏൽപ്പിക്കണം. ഇന്ന് ഇവനെ വിട്ടയച്ചാ പിന്നെ ഇവന്റെ ധൈര്യം വർദ്ധിക്കുകയുള്ളൂ, വേദിക ദേഷ്യത്തോടെ പറഞ്ഞു. വേദികയുടെ വാക്കുകൾ കേട്ട് ഗായത്രി ദേവി ദേഷ്യത്തോടെ ആദിത്യന്റെയും ആവണിയുടെയും മുന്നിൽ നിന്നു. എന്താണ് നിനക്ക് വേണ്ടത്? ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം കണ്ടിട്ട് നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലേ?